ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ കുഞ്ഞു പരുവത്തിലേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അപ്പുറത്ത് കുറച്ച് മുസ്ലിങ്ങൾ താമസമുണ്ടായിരുന്നു. സന്ധ്യ ആകുമ്പം നമ്മൾ നാമം ചെല്ലുന്ന പോലെ അവരുടെ സ്ഥലത്ത് അവർ ചെല്ലും. ഒച്ചത്തിലാണ് ചെല്ലുന്നത്. കേൾക്കാൻ നല്ല രസമാണ്. എനിക്കത് വലിയ ഇഷ്ടമാണ്. ഞാൻ അതിനെന്ത് ചെയ്യുമെന്നറിയാമോ? അവരുടെ വീടിൻ്റെ അടുത്ത് ചെന്ന് പാത്തിരിക്കുകയല്ല, അവിടെ പതുങ്ങി അവർ കാണണ്ടല്ലോ എന്നും പറഞ്ഞ് അവിടെ വയ്ക്കും. അങ്ങനെ ആ സ്ഥലത്ത് ഞാൻ 2-3 ദിവസം അടുപ്പിച്ചു. ഒരു ദിവസം ഇങ്ങനെ നിന്നപ്പോൾ അവർ ചോദിച്ച് എന്താ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ സ്ഥലത്ത് ചെല്ലുന്ന വലിയ ഇഷ്ടം, അത് കേൾക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെ എന്നെ പിടിച്ച് അവരുടെ വീടിൻ്റെ ചെന്നൈക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ പഠിച്ച് ഞാൻ വീട്ടിൽ വന്നിരുന്നു. അതുപോലെ ചെല്ലും. അതുപോലെ സന്ധ്യ ആകുമ്പം ഞാൻ നാമം ചെല്ലും. പതുക്കെ ചെല്ലി പിന്നെ ചെല്ലി വരുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര സൗണ്ട് ചെയ്യാൻ ചെല്ലും. ചെല്ലി സങ്കടവും വന്നിട്ടുണ്ട് എനിക്ക് കേട്ടോ. അതുപോലെ ഏത് അമ്പലത്തിൽ പോയാലും ഞാൻ സന്ധ്യനാമം മേടിച്ചുകൊണ്ട് വന്ന് ചെമിട് കണക്കിന് വെക്കുമായിരുന്നു. എന്നിട്ട് അതെല്ലാം ഇരുന്ന് അങ്ങനെ നാമം ചൊല്ലി പഠിക്കുമായിരുന്നു. അങ്ങനെ സന്ധ്യയ്ക്ക് അതൊക്കെ ചെല്ലുമായിരുന്നു. ഇപ്പം പിന്നെ സമയമില്ല, കടയൊക്കെ ഉള്ളതുകൊണ്ട് സമയമില്ല. എന്നാലും കിട്ടുന്ന സമയത്ത് ഞാൻ കടയിലൊക്കെ ഇരുന്ന് നാമം ചൊല്ലും. അങ്ങനെ ആ സ്ഥലത്ത് ഞാൻ ഇച്ചിരി എനിക്കറിയാവുന്നത് അത് എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാനത് ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് റബ്ബി സല്ലല്ലാഹു മാമി ഖൽബി ഖൈറല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബി സല്ലല്ലാഹു മാമി ഖൽബി ഖൈറല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഞാൻ ഇരുന്ന് ചുമ്മാതിരിക്കുമ്പോഴൊക്കെ ഞാൻ ചൊല്ലും. എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ നോയമ്പ് വരുമ്പോഴും പെരുന്നാൾ വരുമ്പോഴും അവർ 30 ദിവസവും ഈ കഞ്ഞി, നല്ല ടേസ്റ്റാണ് അവരുടെ കഞ്ഞി കുടിക്കാൻ. കഞ്ഞി കൊണ്ടുതരും, പെരുന്നാളിന് പലഹാരങ്ങൾ കൊണ്ടുതരും. ഈ കഞ്ഞി തന്നെയല്ല 30 ദിവസം. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്ത് മുസ്ലിങ്ങൾ താമസം അവരും കൊണ്ടുവരും. 30 ദിവസവും അവർ വൈകുന്നേരം ആകുമ്പോൾ ഒന്നെങ്കിൽ കഞ്ഞി, അല്ലെ ചപ്പാത്തി, അല്ലെ പത്തിരി, അല്ലെ പൊറോട്ട, എൻ്റെ കൂടെ ഇറച്ചിക്കറിയൊക്കെ കാണും, കൊണ്ടുതരും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെരുന്നാൾ വരുമ്പോഴും നോയമ്പ് വരുമ്പോഴും കാത്തു കെട്ടി ഇരുന്നിട്ടുണ്ട്. ദൈവമേ അവർ വല്ലതും കൊണ്ട് തരുവാന്നുള്ളതെന്നും പറഞ്ഞ്. കാരണം അന്നൊക്കെ ആർക്കും കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത കാലമായിരുന്നു. അന്നൊക്കെ കിട്ടിയാൽ അത് പഞ്ചാമൃതമാണ്. അങ്ങനെ കാത്തിരുന്ന് മേടിച്ച് കഴിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ എല്ലാവർക്കും എല്ലാ വീട്ടിലും ആഹാരം കഴിക്കാൻ വയ്യാത്ത പാടല്ലേ ഉള്ളൂ. എന്നാലും നമുക്ക് വലിയ ഇഷ്ടമാണ്. ഈ സ്ഥലത്ത് ചെല്ലിയത് അതിനകത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കത് ഇഷ്ടമായതുകൊണ്ടും അത് ആ സന്തോഷത്തോടു കൂടി ഞാൻ അത് ജയിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. ബായ്.